ഞാൻ കണ്ടെടുത്തോളം കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള നിർണായകമായ യോഗമായിരുന്നു. നിങ്ങളുണ്ടായിരുന്നല്ലോ താഴെ. രാവിലെ 11 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം 6 മണി വരെ ഇടയ്ക്കൊരു ലഞ്ച് ബ്രേക്ക് ഒഴിച്ചാൽ എല്ലാവരും ഒറ്റക്കൊറ്റക്ക് കണ്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് കൂട്ടായിട്ട് സംസാരിച്ചു. പറയാനുള്ളത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. പക്ഷേ വളരെ വ്യക്തമായ സന്ദേശത്തോടുകൂടി കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്ന സന്ദേശത്തോടുകൂടി ഏറ്റവും നല്ല മീറ്റിങ്ങിലൊന്നാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്നൊരു മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിങ്ങിൻ്റെ ഫലപ്രഖ്യാപനം അത് കണ്ടിൽ കൊണ്ടിട്ട് CPM സൂചിപ്പിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിന് അങ്ങനെ പറഞ്ഞു, മറ്റേ ഇങ്ങനെ പറഞ്ഞു, KPCC പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ വെറും വ്യാജ പ്രചരണങ്ങളാണ്. അങ്ങനെ ഒരു കാര്യം ആ മീറ്റിംഗിൽ സംഭവിച്ചിട്ടില്ല. അല്ല, അത് സുധാകരൻ പറഞ്ഞത് സുധാകരനോട് ചോദിക്കുക. നമ്മൾ കോൺഗ്രസിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ആരും പറയാറില്ല. ഞങ്ങളുടെ പാർട്ടി CPM പോലെയല്ല. എല്ലാ അഭിപ്രായങ്ങളെയും സപ്രസ് ചെയ്യിപ്പിച്ചിട്ട് എൻ്റെ അഭിപ്രായം മാത്രം നടപ്പിലായാൽ മതി. അതാണല്ലോ PMCയിലടക്കം നമ്മൾ കണ്ടത്. അങ്ങനെയല്ല കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അത് ഞാൻ ഒന്നിച്ചിരുന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകും. അതാണ് കോൺഗ്രസിൻ്റെ ശൈലി. അതല്ലാതെ മേജറായ ഒരു പ്രശ്നവും ഞങ്ങൾക്ക് അവിടെ ഇല്ല. എല്ലാവരും യോജിച്ചിട്ടാണ് പോകുന്നത്. ആ മീറ്റിംഗ് വളരെ ഫ്രൂട്ട്ഫുള്ളായ മീറ്റിംഗാണ്. ആ മീറ്റിങ്ങിൻ്റെ ശോഭ കെടുത്താമെന്ന് ആരെങ്കിലും വിചാരിക്കണം നടക്കില്ല. നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങൾ ഫീൽഡിൽ കാണാം ആ മീറ്റിങ്ങിൻ്റെ ഫലങ്ങൾ എന്താണെന്ന്. അപ്പോൾ എല്ലാവരും യോജിച്ച് പോകുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ. അദ്ദേഹത്തെ നേരത്തെ 4:30 മണിക്ക് പോകണമെന്ന് നേരത്തെ പറഞ്ഞത്. 4:30 മണിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത്. അദ്ദേഹത്തിന് ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പോകണമെന്ന് വളരെ നിർബന്ധമായിട്ട് പറഞ്ഞതാണ്. എന്നോട് അദ്ദേഹം പറഞ്ഞതാണ് എന്നെ ഒഴിവാക്കാൻ പറ്റുമോ മീറ്റിങ്ങിൽ നിന്ന്, ആ അവസാനത്തെ മീറ്റിങ്ങിൽ നിന്ന്. കാരണം ഇതുകൊണ്ട്. പക്ഷേ നമ്മുടെ നിർദ്ദേശം ഇതനുസരിച്ചിട്ടാണ്, അഭിപ്രായം അനുസരിച്ചാണ് അദ്ദേഹം ആ ഫ്ലൈറ്റ് മാറ്റിയത്. രണ്ടാമത്തെ ഫ്ലൈറ്റ് മാറ്റിയത് 7:30ക്കാണ്. ആ ഫ്ലൈറ്റ് കിട്ടണമെങ്കിൽ ആ വൈകുന്നേരത്തെ ട്രാഫിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പോയേ പറ്റുള്ളതുകൊണ്ട് അദ്ദേഹം പോയതാണ്. അല്ലാതെ അതിനൊന്നും വേറെ വ്യാഖ്യാനം കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയർ ആണല്ലോ. കാരണം SIR മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വരാൻ പോവാണ്. ഞങ്ങളെന്ന് പറഞ്ഞിരുന്നല്ലോ, വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിഭീകരമായ ചിത്രം, ഇതുവരെ കാണാത്തതിൻ്റെ ഏറ്റവും ബീഭത്സമായ ചിത്രം വരാൻ വേണ്ടി പോവാണ്. അല്ല, നോക്കാം നമുക്ക്. അത് അധികം വൈകാതെ വരും. കാരണം ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ബീഹാറിലുണ്ടായിരുന്നു. ബീഹാറിൽ ഞങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അവിടെയൊക്കെ അവരുടെ വീഡിയോ ഉണ്ട് നമുക്ക്, വോട്ടർമാരുടെ വീഡിയോ. ആ വീഡിയോ വോട്ടർമാരുടെ സ്വഭാവം മനസ്സിലാക്കിയാൽ മനസ്സിലാകും ഈ ടാർഗറ്റഡ് ഡിലീഷൻ്റെ സ്വഭാവം എന്തായിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ടും അജണ്ടയോടുകൂടി പ്രവർത്തിക്കുകയാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നില്ല. SIRൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു സംശയം, സാധാരണ നമ്മൾ കാണാറുണ്ട്, എത്രയോ കാലമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാറുണ്ട്, നിങ്ങളും മാധ്യമപ്രവർത്തകർ കണ്ടതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴും എന്താ ചെയ്യുന്നത്? പൊളിറ്റിക്കൽ പാർട്ടിയുടെ യോഗം വിളിക്കും. ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പൊതുവായ അഭിപ്രായത്തിനെതിരായിട്ട് മിക്കവാറും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകാറില്ല. അപൂർവ സാഹചര്യങ്ങൾ മാത്രമേ അങ്ങനെ പോകാറുള്ളൂ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിൽ, ബംഗാളിൽ, അതുപോലെ തന്നെ പിന്നെ ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിൽ പൊളിറ്റിക്കൽ പാർട്ടി BJP ഒഴിച്ചുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും പറയുന്നത് ഇതിപ്പോൾ നടപ്പിലാക്കരുതെന്നാണ്. ധൃതി പിടിച്ച് നടപ്പിലാക്കേണ്ടതല്ല SIR. അതും ബേസ് ഇയർ എത്രയാണ്? 2002. 23 കൊല്ലം മുമ്പ് വോട്ടറായ ആളുകളെ വെച്ചിട്ടാണ് ഒരു വോയിസ് വോട്ടർ പട്ടികയുള്ളത്. അതിനുശേഷം ചേർന്നവരെല്ലാം ഇനി ഈ പ്രോസസ്സിലൂടെ കടന്നു പോകണമെന്ന് പറയുന്നത് എളുപ്പമായ കാര്യമാണോ? നമ്മുടെ നാട്ടിൽ മിക്കവാറും ആളുകൾ വിദേശങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട്, അന്യസംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട്, അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. ഇത് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് എല്ലാവരും വന്നിട്ട് അവരുടെ രേഖകൾ ഹാജരാക്കുക. രേഖകൾ തന്നെ റേഷൻ കാർഡ് പോലും അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആ കേസ് നടന്നുകൊണ്ടിരിക്കുക. ആ കേസിൽ അന്തിമവിധി വന്നിട്ടില്ല. അതിനിടയിൽ ധൃതി പിടിച്ച് കേരളത്തിലടക്കം ഇപ്പോൾ SIR നടപ്പിലാക്കുന്നത് കൃത്യമായ അജണ്ടയോട് കൂടിയാണ്. പക്ഷേ ഈ അജണ്ട നടപ്പിലാക്കാൻ കേരളത്തിൽ ഞങ്ങൾ സമ്മതിക്കില്ല. ആ സമ്മതില്ല. അപ്പോൾ ഈ അജണ്ട നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞ കാര്യം ബീഹാറിൽ ഇത് വ്യക്തമായിട്ടുണ്ട്. ഞങ്ങൾക്ക് ടാർഗറ്റഡ് ഡിലീഷനാണ്, അത് വ്യക്തമാണ്. ഞങ്ങൾ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ അറിയാം. അപ്പോൾ ഇതന്നെയാണ് കേരളത്തിൽ അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ വളഞ്ഞ വഴിയിലൂടെ അധികാരത്തിൽ വരാൻ പറ്റാത്തടത്ത് വളഞ്ഞ വഴിയിലൂടെ അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാക്കി SIRനെ ഉപയോഗിച്ച് ഇലക്ഷൻ കമ്മീഷൻ നിലക്കെട്ടാൽ അതീവ ഗുരുതരമായ പ്രത്യേകത. സ്റ്റാലിൻ മാതൃകയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകക്ഷി യോഗം ചേർക്കേണ്ടതുണ്ടോ?
SIR വിഷയത്തിൽ നേരിടാൻ? അല്ല, കേരള നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടല്ലോ. ഞാനതാ പറഞ്ഞ നിയമസഭ, കേരള നിയമസഭ യുനാനിമസ് ആയിട്ടൊരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ നിയമത്തിൽ ഒരു ഇലക്ഷൻ കമ്മീഷനും അത് നടപ്പിലാക്കും. ഒന്നാമത് അവിടെ ഒരു ഇലക്ഷൻ പ്രോസസ്സ് തുടങ്ങാൻ പോവാണ്. പഞ്ചായത്ത് ഇലക്ഷൻ എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. അതിനിടയിൽ അപ്പോൾ അവർക്ക് ഇതിനൊക്കെ ഡിസൈൻ ഉണ്ടെന്നേ. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ചട്ട് പൂജയുടെ ദീപാവലി പിന്നെ നമ്മുടെ ദീപാവലിയുടെ ദിവസമായിരുന്നു നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി, പിൻവലിക്കാനുള്ള അവസാന തീയതി. ഫസ്റ്റ് ഫേസിൻ്റെ പിൻവലിക്കാനുള്ള അവസാന തീയതി ദീപാവലി 20th, നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി അന്ന് തന്നെ സെക്കൻഡ് ഫേസിൻ്റെ. അവർ തീരുമാനിക്കുന്ന ഡേറ്റുകൾ നോക്കിയാൽ, SIR പോലെയുള്ള നടപടികൾ സ്വീകരിക്കുന്ന നോക്കിയാൽ എല്ലാം ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനം നിന്നും വളരെ വളരെ നിഷ്പക്ഷരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എതിർത്ത് തോൽപ്പിക്കപ്പെടേണ്ടതാണ്. അതിന് എന്ത് വില കൊടുത്തും എതിർത്ത് തോൽപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഈ ഉപസമിതി തെരഞ്ഞെടുപ്പുകൾ മേൽനോട്ടം വഹിക്കാനുണ്ടെന്നൊരു വാർത്തയുണ്ടായിരുന്നു സംസ്ഥാനത്ത്. ആ ഉപസമിതിയുമായി ബന്ധപ്പെട്ട് അല്ല, പല സമിതികളും വരുമല്ലോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അതിനകത്ത് പല സമിതികളും വരും. അതിപ്പോൾ നമുക്ക് എന്താണെന്ന് പാർട്ടി തീരുമാനിക്കും. ഈ KPCC പുനഃസംഘടനയിൽ ജംബോ കമ്മിറ്റി ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഉപസമിതി. അങ്ങനെയൊന്നും ആ തെറ്റിദ്ധാരണ. ജംബോ കമ്മിറ്റി CPM-ന് എത്ര സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരുണ്ട്? നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട്? അത് 90-ഓ 100-ഓ അത്രയോ ഉണ്ട്. അവർക്കെല്ലാവർക്കും ചുമതലയുണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർക്ക്. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിമാർ ചെയ്യുന്ന ജോലി തന്നെയാണ് അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ ചെയ്യുന്ന ജോലി. രീതി മാറ്റമുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ആ വന്ന ആളുകളെല്ലാം കഴിവുള്ളവരാണ്. ഇനിയും കഴിവുള്ളവർ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരുപാട് കഴിവുള്ളവർ പുറത്തുണ്ട്. അപ്പോൾ കഴിവുള്ളവർ പരമാവധി ഉൾക്കൊള്ളാൻ പറ്റും, അതിനാണ് നോക്കുന്നത്. അല്ലാതെ ജംബോ കമ്മിറ്റി ഒന്നുമല്ല. അവർക്കൊക്കെ ഉത്തരവാദിത്വം കൊടുത്ത്, എല്ലാ ആളുകൾക്കും ഉത്തരവാദിത്വം കൊടുത്ത്, റെസ്പോൺസിബിലിറ്റി കൊടുത്ത് അവരുടെയൊക്കെ കഴിവ് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഈ സംസ്ഥാന സെക്രട്ടറി എക്സിക്യൂട്ടീവ് പട്ടിക ഉടനുണ്ടാകുമോ? അല്ല, അതൊക്കെ അവർ സ്റ്റേറ്റ് കമ്മിറ്റി തരുന്ന മുറക്ക് നമ്മൾ തീരുമാനിക്കും.